ഞാൻ ഡോക്ടർ പി എബ്രഹാം, ഫിസിഷ്യൻ, ആസ്മ, അലർജി, ഇമ്മ്യൂണോളജി സ്പെഷ്യലിസ്റ്റ്, ഇൻ്റഗ്രേറ്റീവ് ആൻഡ് കോംപ്ലിമെൻ്ററി മെഡിസിൻ കൺസൾട്ടൻറ്റ്. എറണാകുളത്തും കോട്ടയത്തും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. സംഗമം ഹെൽത്ത് ആൻഡ് ഹീലിംഗ് ചാനലിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന വിഷയം വൈറ്റ് ആൻഡ് ന്യൂട്രിയൻ തെറാപ്പി എന്ന് പറയുന്ന ഒരു വിഷയമാണ്. എൻ്റെ ചികിത്സയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വിഷയമാണ് വൈറ്റ് ആൻഡ് ന്യൂട്രിയൻ തെറാപ്പി. ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ഭാഗമാണ്. എല്ലാവരും വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് എന്നേ പറയാറുള്ളൂ. അതിനകത്ത് വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, അമിനോ ആസിഡ്സ് ഉണ്ട്. അങ്ങനെ ഇതെല്ലാം, അതുപോലെ തന്നെ റെയർ ആയിട്ടുള്ള ചില എലിമെൻറ്റ്സ്, ഇതെല്ലാം ഉൾക്കൊള്ളിച്ചതാണ് വൈറ്റ് ആൻഡ് ന്യൂട്രിയൻ തെറാപ്പി. അമേരിക്കയിൽ ഒരു ലഘു കോഴ്സ് ഈ വിഷയത്തിൽ 20 വർഷങ്ങൾക്ക് മുമ്പ് അറ്റൻഡ് ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അതിനുശേഷം എൻ്റെ ചികിത്സയിൽ വരുന്ന എല്ലാവർക്കും തന്നെ ഞാൻ ഇതുകൂടെ ഉൾക്കൊള്ളിച്ചൊരു ചികിത്സയാണ് കൊടുക്കുന്നത്. എല്ലാവർക്കും, കൊച്ചു കുട്ടികളാണെങ്കിൽ പോലും അവർക്ക് രോഗത്തിൽ നിന്ന് മുക്തി നേടാൻ ആവശ്യമായ വൈറ്റമിൻസും കൂടിയാണ് ഞാൻ എഴുതുന്നത്. അതിൻ്റെ പ്രയോജനം എൻ്റെ രോഗികൾക്ക് കിട്ടുന്നുമുണ്ട്. എന്താണ് വൈറ്റമിൻ തെറാപ്പിയും വൈറ്റമിൻ സപ്ലിമെൻറ്റും തമ്മിലുള്ള വ്യത്യാസം? വൈറ്റമിൻ സപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഉദാഹരണമാണ്, ഒരു വൈറ്റമിൻ സി നമ്മൾ 50 മില്ലിഗ്രാം വരെ അല്ലെങ്കിൽ 100 മില്ലിഗ്രാം ഒരു ദിവസം കൊടുക്കുന്നതിനാണ് സപ്ലിമെൻറ്റ് ഡോസ് എന്ന് പറയും. പക്ഷേ ഒരു രോഗത്തിൽ നിന്ന് ക്യൂർ കിട്ടണമെങ്കിൽ ആ വൈറ്റമിൻ തന്നെ 1000 മില്ലിഗ്രാം നമ്മൾ കൊടുത്തെങ്കിലേ ഒരു ക്യൂറിങ് ഇഫക്റ്റ് അവിടെ വരുള്ളൂ. ഇതാണ് അതിൻ്റെ ഡിഫറൻസ്. അതുപോലെ തന്നെ എല്ലാ വൈറ്റമിൻ, ഉദാഹരണത്തിന് സാധാരണ ഒരു മെയിൻ്റനൻസ് ഡോസായിട്ട് സപ്ലിമെൻ്റായിട്ട് വൈറ്റമിൻ എ കൊടുക്കുന്ന 5000 യൂണിറ്റാണ്, യൂണിറ്റ് എന്ന് പറയുന്നത്. പക്ഷേ അവിടെ ഒരു ഹീലിംഗ് പർപ്പസിന് കൊടുക്കുമ്പോൾ അത് 25,000 മുതൽ 50,000 വരെ, 1,00,000 വരെ വളരെ സിവിയർ കേസുകൾ നമ്മൾ കൊടുക്കാറുണ്ട് പെർ ഡേ. പക്ഷേ അതിനിത്ര ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മളത് നിയന്ത്രിക്കും. ഇങ്ങനെ ഇതിനെപ്പറ്റിയുള്ള പഠനം നടത്തിയതുകൊണ്ടാണ് ഞാൻ ചികിത്സിക്കുന്ന രോഗികൾക്കെല്ലാം സമ്പൂർണ്ണമായ ഒരു ക്യൂറിലേക്ക് വരാനും കിട്ടിയ ക്യൂർ മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കുന്നത്. ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് എൻ്റെ അമ്മയുടെ കാര്യം ഞാനിവിടെ ഉദാഹരണം പറയാം. കഴിഞ്ഞ 15 വർഷത്തിൽ കൂടുതലായിട്ട് എൻ്റെ അമ്മയ്ക്ക് 5 വൈറ്റമിൻസ് ഞാൻ കൊടുക്കുന്നുണ്ട്. അമ്മയ്ക്ക് ഈ പ്രായത്തിലും, ആസ്മ കൊണ്ട് നേരത്തെ കഷ്ടപ്പെട്ട വ്യക്തിയായിരുന്നു, ഈ പ്രായത്തിലും സ്വന്തം കാര്യങ്ങൾ ചെയ്യുവാനും, കഴിഞ്ഞ ദിവസവും എന്നോട് പറഞ്ഞു എനിക്ക് കുളിക്കുന്നതിനോ അല്ലെന്നുണ്ടെങ്കിൽ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ 2 നേരം ബൈബിൾ വായിക്കും, പ്രാർത്ഥന നടത്തും, അതുപോലെ നടക്കും, സ്വന്തം കാര്യങ്ങൾ കുളിക്കുന്നതിന് പോലും വേറെ ആരുടെയും സഹായമില്ലാതെ 97-ാം വയസ്സിലേക്ക് കഴിഞ്ഞ ഫെബ്രുവരി 23-ന് അമ്മ കയറി. അപ്പോൾ ഈ ഏജിലും സ്വന്തം കാര്യങ്ങൾ ചെയ്ത് ജീവിക്കാൻ അമ്മയ്ക്ക് സഹായിക്കുന്നതിൽ ഒരു വലിയ പങ്ക് വൈറ്റമിൻ തെറാപ്പിക്കുണ്ട്. ഞാനും എൻ്റെ വൈഫും 6-7 വൈറ്റമിൻസ് ദിവസവും കഴിക്കുന്നുണ്ട്. അതിൻ്റെ ഗുണം എനിക്കുണ്ട്. എല്ലാവരും എന്നോട് ചോദിക്കുന്നൊരു വിഷയം, ഡോക്ടർ എങ്ങനെ ഇത്രയും ഹെൽത്തി ആയിട്ട് ഈ ഏജിലും ഇരിക്കുന്നതെന്ന്. ഇതിൻ്റെ ഒരു ഭക്ഷണ രീതിയുടെ അഡ്ജസ്റ്റ്മെൻറ്റ് പോലെ തന്നെ, വ്യായാമം പോലെ തന്നെ, യോഗ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് വൈറ്റ് ആൻഡ് ന്യൂട്രിയൻ തെറാപ്പി. ഇതെല്ലാം ആരോഗ്യം അതിൻ്റെ പൂർണ്ണതയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഘടകങ്ങളാണ്. അല്ല സുപ്രഭാതത്തിൽ കുറച്ച് വ്യായാമം ചെയ്തുകൊണ്ടോ സ്വല്പം ഒരു ഫുഡ് മാറി കഴിച്ചുകൊണ്ടോ ഒന്നും കിട്ടുകയില്ല. ഇതൊരു സംയോജിത ചികിത്സയുടെ, അതിനകത്ത് പല ഘടകങ്ങളുണ്ട്. വൈറ്റ് ന്യൂട്രിയൻ തെറാപ്പി അതിനകത്ത് പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. പ്രത്യേകിച്ച് ഒരു ക്യൂർ വന്നു, ആ ക്യൂർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ യോഗയോടൊപ്പം, കറക്റ്റ് ഭക്ഷണത്തോടൊപ്പം വൈറ്റ് ആൻഡ് ന്യൂട്രിയൻ തെറാപ്പിക്കും അതിയായ ഒരു സ്ഥാനമുണ്ട്. ഇവിടെ ഞാൻ ഒരു കാര്യം എടുത്തു പറയുകയാണ്. ചില രോഗികൾ, ക്യാൻസർ രോഗികൾ, എൻ്റെ ചികിത്സയിൽ വളരെ അനുഭവമുള്ളവർ, ക്യാൻസർ വരുമ്പോൾ അവരുടെ കുടുംബാംഗങ്ങൾ ആർക്കെങ്കിലും വരുമ്പോൾ അവരൊരു ടെർമിനൽ സ്റ്റേജിലൊക്കെ എത്തി വേറെ ചികിത്സകളൊന്നും ഇല്ലാതെ വരുമെന്ന് പറയുമ്പോൾ എൻ്റെ അടുത്ത് വരാറുണ്ട്. ഈ വൈറ്റ് ആൻഡ് ന്യൂട്രിയൻ തെറാപ്പി കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് വൈറ്റമിൻ സി വളരെ ഹൈ ഡോസ്, ഏതാണ്ട് 15,000 മില്ലിഗ്രാം വരെ ഒരു ദിവസം അവർക്ക് IV ആയിട്ട് കൊടുക്കാം. ഞാൻ ഒരു പ്രത്യേകതരം വൈറ്റമിൻ സി, ലൈപ്പോസ്ഫെറിക് വൈറ്റമിൻ സി എന്ന് പറയും, അത് കൂടുതൽ അബ്സോർപ്ഷൻ ഉണ്ട്. കണ്ടിരിക്കുന്ന ഒരു പ്രധാന കാര്യം, ക്യാൻസർ കോശങ്ങളെ വരെ കൊല്ലുവാനുള്ള പവർ വൈറ്റമിൻ സിക്കുണ്ട്. അതുകൂടാതെ വൈറസ്, ബാക്ടീരിയ, ഫംഗസ് ഇതിനെല്ലാം നശിപ്പിക്കാനുള്ളൊരു കപ്പാസിറ്റിയും ഈ വൈറ്റമിൻ സിക്കുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടാണ് ഇന്ന് എല്ലാവർക്കും വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ട്. എന്താണ് അതിൻ്റെ കാരണം? വൈറ്റമിൻ ഡി നമുക്ക് കിട്ടണമെങ്കിൽ വേണ്ടിയ അളവിൽ നമ്മൾ സൂര്യപ്രകാശം കൊള്ളണം, ഫാറ്റി ഫുഡ് കുറച്ച് കഴിക്കണം, അല്ലെങ്കിൽ നമ്മൾ ദേഹത്ത് എണ്ണ പുരട്ടുക. ഇതൊന്നും ഇന്ന് ആരും ചെയ്യുന്നില്ല. എല്ലാവരും പകൽ സമയം മുഴുവൻ AC-യുടെ അറ്റ്മോസ്ഫിയർ അകത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് കുട്ടികളാണെങ്കിലും വെളിയിൽ പോയി കളിക്കുന്നില്ല. എല്ലാവർക്കും വൈറ്റമിൻ ഡി നമ്മുടെ പ്രതിരോധ ശക്തിയെ ശരിക്കും സഹായിക്കുന്ന ഒരു ഘടകമാണ്. വൈറ്റമിൻ ഡിയുടെ കുറവുണ്ട്. അതൊക്കെ ഓരോ വൈറ്റമിനെ പറ്റിയും കുറച്ച്
വീഡിയോകൾ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ വൈറ്റമിൻ്റെ പ്രാധാന്യം, എങ്ങനെയാണ് ഓരോ വൈറ്റമിനും നമുക്ക് ശരീരത്തിൽ വർക്ക് ചെയ്യുന്നതെന്നുള്ളത് വരും വീഡിയോകളിൽ ഞാൻ പ്രതിപാദിക്കുന്നതാണ്. ഏറ്റവും അത്യാവശ്യമുള്ള വൈറ്റമിൻസ് ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ വൈറ്റമിൻ ഡി നമുക്ക് കുറവുണ്ടെങ്കിലും അതുപോലെ എല്ലാ വൈറ്റമിൻസും, അപ്പോൾ അമേരിക്കയിലൊക്കെ ഇപ്പോൾ എല്ലാ വ്യക്തികളും എല്ലാ വർഷവും വൈറ്റമിൻ പറ്റി എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ബ്ലഡ് ഷുഗർ നോക്കുന്ന പോലെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാം. അങ്ങനെ കുറവുള്ളത് നമ്മൾ എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിക്കാൻ ഒക്കുകയുള്ളൂ. ഞാൻ നേരത്തെയും പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇന്നും മലയാളികൾ പ്രത്യേകിച്ച് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഒരു 40 വയസ്സിൽ തന്നെ ആർക്കും പൂർണ്ണ ആരോഗ്യമില്ല. അതിനകത്ത് ഈ ന്യൂട്രിയൻസിൻ്റെ കുറവ് ശരിക്കുണ്ട്. പലരും ചോദിക്കുന്നൊരു, നമ്മൾ വൈറ്റമിൻസ് ചോദിക്കുമ്പം വിഷയത്തെപ്പറ്റി അറിവില്ലാത്തൊരു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഡോക്ടറെ ഞങ്ങൾ ഭക്ഷണത്തിൽ കൂടെ കിട്ടിയാൽ പോരെ? ഭക്ഷണത്തിൽ കൂടെ നിങ്ങൾക്ക് കാര്യമായിട്ടൊന്നും കിട്ടുന്നില്ല. ഒരു ചോറ് അരി ഭക്ഷണം തന്നെ നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ തവിട് മുഴുവൻ കളഞ്ഞേച്ചാണ് കഴിക്കുന്നത്. അതിനകത്താണ് B1 എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വൈറ്റമിൻ ഇരിക്കുന്നത്. അത് മുഴുവൻ നമ്മൾ കളഞ്ഞേച്ചാണ് ഇത് കഴിക്കുന്നത്. ഏറ്റവും വെളുത്ത ചോറെന്ന് പറഞ്ഞാൽ പഞ്ചസാര മാത്രമാണത്. അത് കഴിച്ചാൽ നമുക്ക് എന്നാ ന്യൂട്രീഷനാണ് കിട്ടുന്നത്. അതുപോലെ കറികളാണേലും ഞങ്ങളൊക്കെ ഇപ്പോൾ കഴിക്കുന്നത് കറികൾ മാക്സിമം ചോറ് കുറവും. ഇനി ആരെങ്കിലും കഴിക്കാൻ പറ്റുമോ? എല്ലാവരും ഇച്ചിരി അച്ചാറും കഴിച്ചു, അല്ലെങ്കിൽ ഒരു വറുത്ത സാധനം കഴിച്ചു, ആ രുചി കൊണ്ട്, അല്ലെങ്കിൽ മീൻചാറ് ധാരാളം ഒഴിച്ചു. അതുകൊണ്ടൊക്കെ നമുക്ക് ദൂഷ്യമല്ലാത്ത ഗുണങ്ങളൊന്നും കിട്ടാറില്ല. വൈറ്റമിൻ തെറാപ്പി പ്രത്യേകിച്ച് ഒരു സ്ഥായിയായ രോഗങ്ങൾ, ക്രോണിക് ഡിസീസിൽ നിന്ന് നമുക്ക് ക്യൂർ ആകാൻ, ഇവിടെ ആസ്മയിലും അല്ലെങ്കിൽ അലർജി രോഗങ്ങൾ, ത്വക്ക് രോഗമാണേലും വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ഞാനിവിടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇതിനകത്തെല്ലാം ഉണ്ടാകുന്ന അടിസ്ഥാന രോഗത്തിൻ്റെ പേരാണ് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത്. അത് ചെറിയ ചെറിയ വ്രണങ്ങളാണ്. ശ്വാസകോശ കൊള്ളുകൾക്കകത്ത് ബ്രോങ്കിയൽ ട്യൂബ്സിലെല്ലാം ചെറിയ വ്രണങ്ങളാണ് ഉണ്ടാകുന്നത്. ഈ വ്രണങ്ങൾ കരിയണം. ഈ വ്രണങ്ങൾ കരിയുന്നതിൽ പ്രത്യേകിച്ച് വൈറ്റമിൻ എ, വൈറ്റമിൻ സിക്ക് വലിയൊരു പങ്കുണ്ട്. അതില്ലാതെ നമ്മൾ വ്രണങ്ങളെ വഷളാക്കാനുള്ള ഭക്ഷണം നമ്മൾ കഴിക്കുന്നത്, കഫം വർദ്ധിപ്പിക്കുന്ന ഭക്ഷണങ്ങൾ കഴിച്ചു, അത് ഒരു സൈഡിൽ കൂടെ അതിനെ കൂട്ടിക്കൊണ്ടിരിക്കുന്ന വേറെ സൈഡിൽ നമ്മളൊന്നും ചെയ്യുന്നുമില്ല. അപ്പോൾ നമ്മൾ ഓർഗാനിക് വൈറ്റമിൻസാണ് ഏറ്റവും നല്ലത്. അതാണ് കൂടുതൽ ഞാൻ പ്രിസ്ക്രൈബ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്. അത് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ അതിനോട് ഈക്വലൻ്റായിട്ടുള്ള വൈറ്റമിൻസ് കുറിച്ച് കൊടുക്കാറുണ്ട്. കഴിക്കുന്ന എല്ലാവരും 100% തൃപ്തിയോടെയാണ് തിരിച്ചു വരുന്നത്. പലരും എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഡോക്ടറെ എന്തുകൊണ്ടാണ് മറ്റുള്ള ഡോക്ടർമാരും ഇതൊന്നും കുറിച്ച് തരാത്തത്? കാരണം ഞാൻ പറഞ്ഞാൽ ഞങ്ങളുടെ ചികിത്സ പ്രത്യേകിച്ച് പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ പഠിച്ചതിനകത്ത് ഇതൊന്നും ട്രെയിനിങ്ങിലില്ല. ഭക്ഷണത്തെ പറ്റി ട്രെയിനിങ് ഇല്ല, വൈറ്റമിൻ തെറാപ്പിയെ പറ്റി ഇല്ല. അപ്പോൾ ഇതെല്ലാം നമ്മുടെ കരിക്കുലത്തിൽ ഇൻക്ലൂഡ് ചെയ്ത് ഒരു ചികിത്സാ ശാസ്ത്രം പഠിപ്പിച്ചെങ്കിൽ മാത്രമേ വരും തലമുറകളിൽ എങ്കിലും വരുന്ന ഡോക്ടേഴ്സിന് ഇതിനെപ്പറ്റിയൊക്കെ ഒരു അറിവുണ്ടാകുകയുള്ളൂ. അപ്പോൾ ഇവിടെ വൈറ്റമിൻ തെറാപ്പിക്ക് വലിയൊരു സ്ഥാനമുണ്ട്. ഇനി വരുന്ന ചില വീഡിയോകളിൽ ഓരോ വൈറ്റമിൻ എ എന്താണ്, അതിൻ്റെ പർപ്പസ് എന്താണ്, നാച്ചുറലായിട്ട് വൈറ്റമിൻ എ എവിടെ നിന്നെല്ലാം കിട്ടും, ഇതിനെപ്പറ്റി ഞാൻ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇന്നത്തെ വൈറ്റമിൻ തെറാപ്പിയെ പറ്റിയുള്ള ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സംഗമം ഹെൽത്ത് ആൻഡ് ഹീലിംഗ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടണും കൂടി അമർത്തി കഴിഞ്ഞാൽ ഇനി വരുന്ന എപ്പിസോഡുകളെ പറ്റിയുള്ള അഡ്വാൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നന്ദി.